പി ടി സ്പീക്കിങ്ങിനെ കുറിച്ച് ഒരു ഓവർവ്യൂ ഞാൻ തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. എന്താണ് പി ടി സ്പീക്കിംഗ്, എത്ര സെക്ഷൻസ് ആയിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്, ഏതൊക്കെയാണ് ആ സെക്ഷൻസ് എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് പി ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജുണ്ട്, അതും ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട കാര്യത്തിലോട്ട് കിടക്കാം. നമുക്കറിയാം IELTS ഉണ്ട്, OET ഉണ്ട്, TOEFL ഉണ്ട്, PT ഉണ്ട്, ഇങ്ങനെ ഇൻ്റർനാഷണൽ എക്സാംസ് ഒരുപാടുണ്ട്. അതിൽ താരതമ്യേനെ അല്പം കൂടെ ഭേദപ്പെട്ട സ്റ്റുഡൻസിന് ഇച്ചിരി ഫേവറബിൾ ആയിട്ടുള്ളൊരു എക്സാമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് PT എക്സാമാണ്. ഒന്ന് ഫുള്ളി കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ എക്സാമിനേഴ്സിൻ്റെ മുൻവിധികളോ അല്ലെങ്കിൽ അവർ മാർക്ക് തരത്തില്ല എന്നുള്ളൊരു കൺസേൺ ഒന്നുമില്ല. നമ്മൾ വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാവുന്ന ഒരു എക്സാമാണ് ഈ PT എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്പീക്കിങ്ങിലോട്ട് വരാം. ഈ PT സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലോട്ട് ഇരിക്കുക. കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലോട്ട് ഇരുന്നിട്ട് കമ്പ്യൂട്ടറുമായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഇൻട്രാക്ട് ചെയ്യുന്നത്. അവിടെ മനുഷ്യർക്ക് യാതൊരു റോളുമില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. പക്ഷേ ഗുണങ്ങളാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ ആദ്യം എക്സാം ഹോളിലോട്ട് കയറി ചെല്ലുന്നു, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലോട്ട് ഇരിക്കുന്നു. ഇരുന്നതിന് ശേഷം നമുക്ക് ഒരു പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ, നമ്മുടെ ഒരു പേഴ്സണൽ നമ്മൾ എന്താണ് എന്നുള്ളൊരു കാര്യം ഒരു 30 സെക്കൻഡോളം നമ്മൾ പറയണം. പക്ഷെ അതിന് മാർക്കില്ല. അതിനുശേഷമാണ് നമ്മുടെ എക്സാം തുടങ്ങുന്നത്. അതാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. സ്പീക്കിങ്ങിൻ്റെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്ന റീഡ് അലൗഡ് എന്ന് പറയും. റീഡ് അലൗഡ് എന്നാണ് ആ സെക്ഷൻ്റെ പേര്. അപ്പോൾ റീഡ് അലൗഡ് എന്ന് പറയുമ്പം നിങ്ങളുടെ സ്ക്രീനിൽ ഇതുപോലൊരു ചെറിയൊരു പാസേജ് പോലൊരു സംഭവം നിങ്ങളുടെ സ്ക്രീനിൽ വന്ന് നിൽക്കും. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു 70നും 80നും ഇടയ്ക്ക് വാക്കുകളുള്ള ഒരു ചെറിയ 2-3 സെൻറ്റൻസുകളുള്ള ഒരു കൊച്ചു പാരഗ്രാഫ് ആയിരിക്കും നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കുന്നത്. നിങ്ങളത് എന്ത് ചെയ്യണം? ശബ്ദം ഉയർത്തി അത് വായിക്കണം. ആഹാ, ഇത്രയുള്ള സംഭവം, ഇതായിരുന്നു വലിയ ആനക്കാര്യം നമ്മളിപ്പോൾ ചിന്തിക്കും. പക്ഷേ ഇത് തെറ്റിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണ പിശകില്ലാതെ വായിക്കണം, ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കണം. വിൽക്കാനോ അല്ലെങ്കിൽ പതറാനോ നമ്മൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ച് പോകത്തില്ലേ, അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കില്ല. നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് നാച്ചുറലായിട്ട് എഫേർട്ട് ഒരുപാട് എടുക്കാതെ ഇത് വായിക്കണം. ഇതെന്ന് പറയുന്ന സംഭവം വളരെ എളുപ്പമാണ്. എങ്കിൽ പോലും തെറ്റിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, മാർക്ക് കുറഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രാക്ടീസ് വേണം. ഈ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് താനും. കാരണം ഇതിൻ്റെ അകത്ത് നിന്നൊരു 6, 7, 8 വരെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 6, 7, 8 വരെയൊക്കെ ഇതിൻ്റെ അകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ട് തന്നെ ഇത് നല്ല പ്രാക്ടീസ് വേണ്ട ഒരു സെക്ഷൻസ് തന്നെയാണ്. എന്നാൽ ഈ വലിയ പ്രയാസമൊന്നുമില്ല. നിങ്ങളുടെ സ്ക്രീനിൽ ഒരു സംഭവം കാണിക്കുന്നു, അത് നിങ്ങൾ വായിച്ച് ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിയ ആന കാര്യമൊന്നുമില്ല. നമ്മൾ ഈ IELTS ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 നമ്മൾ ഓരോന്നിനും ഉത്തരങ്ങളൊക്കെ ഫ്ലുവൻ്റ് ആയിട്ട് ആലോചിച്ച് പറയുന്നത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മളൊരു സെക്ഷൻ നമ്മുടെ മുമ്പിൽ ഒരു പാസേജ് തരുന്നു, നമ്മളത് വായിക്കുന്നു. അതൊരു 6, 7 ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നമ്മളത് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് റീഡ് അലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സെക്ഷൻ, അതാണ് റിപ്പീറ്റ് സെൻറ്റൻസ്. റിപ്പീറ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ക്രൈറ്റീരിയ ഇതൊക്കെ വേറെ ഏതൊക്കെ സെക്ഷൻസിൽ മാർക്ക് പോകുന്നു എന്നൊക്കെ ഉള്ളത് അത് വേറൊരു സംഭവമാണ്. അത് പിന്നീട് അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ അന്നേരം പറയാം. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ, എന്താണ് സംഭവം, ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് അതിൻ്റെ സെക്ഷൻസ് എന്ന് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. ബാക്കിയുള്ളത് പിന്നീടുള്ള വീഡിയോസിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ റിപ്പീറ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ സ്ക്രീനിൽ ഒരു ഓഡിയോ പ്ലേ ചെയ്യും. അതൊരു 4 സെക്കൻഡുള്ള ഒരു ഓഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10 സെക്കൻഡ് വരെ പോവാം, അത്രയൊന്നും പോകത്തില്ല. എങ്കിലൊരു 3 to 5 സെക്കൻഡ്സ് നീളമുള്ള ഒരു ഓഡിയോ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ പ്ലേ ചെയ്യും. അത് നിങ്ങൾ കേട്ടിട്ട് അതുപോലെ റിപ്പീറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിനോട് പറയണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യ ഈസ് എ ഗുഡ് കൺട്രി എന്ന വോയിസ് നമ്മൾ കേട്ടു. അപ്പോൾ അത് വിൽക്കാതെ പതറാതെ നമ്മൾ ഇന്ത്യ ഈസ് എ ഗുഡ് കൺട്രി എന്നും പറഞ്ഞുകൊണ്ടൊരു വളരെ, ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാണ്, സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞാണ്, അങ്ങനെയല്ല, വേറെ സെൻറ്റൻസുകൾ നല്ല സെൻറ്റൻസുകളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പറയുക എന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങൾ തെറ്റാതെ പതറാതെ ഫ്ലുവൻ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ നോക്കി പറയണം. അതാണ് റിപ്പീറ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒരു 8, 10, ചിലപ്പോൾ 12 ക്വസ്റ്റ്യൻ വരെയൊക്കെ ചോദിച്ചെന്നിരിക്കാം. കാരണം ഇതിന് ഇച്ചിരി പ്രാധാന്യമുണ്ട്. കാരണം ഈ സെക്ഷൻ്റെ മാർക്ക് എന്ന് പറയുന്നത് വേറൊരു സെക്ഷനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ആവുന്നുണ്ട്. വേറൊരു സെക്ഷൻ മീൻസ് വേറൊരു മൊഡ്യൂളിലൂടെ ആഡ് ആവുന്നുണ്ട്. സ്പീക്കിങ്ങിൻ്റെ മൊഡ്യൂളിൽ മാത്രമല്ല. അതൊക്കെ ഏതാണെന്നുള്ളത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ, നമുക്ക് സംസാരിക്കാം. അപ്പോൾ റിപ്പീറ്റ് സെൻറ്റൻസ് നമ്മൾ റീഡ് അലൗഡ് കഴിഞ്ഞു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് സെൻറ്റൻസ് ആണ്. 8, 10, 12 വരെ ചോദ്യങ്ങൾ ചിലപ്പം ചോദിച്ചെന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ്. ഇതിനെ ആ പ്രാധാന്യത്തോടുകൂടെ തന്നെ നിങ്ങൾ ഫേസ് ചെയ്യണം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് ഇമേജ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഡിസ്ക്രൈബ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു ഇമേജ് തരും. അത് എന്ത് വേണമെങ്കിലും ആവാം. ലൈൻ ഗ്രാഫോ, ബാർ ചാർട്ടോ, പൈ ചാർട്ടോ, ജസ്റ്റ് ഒരു പിക്ചറോ,
എന്ത് വേണമെങ്കിലും മനസ്സിലായി. ഈ IELTS ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് IELTSൻ്റെ റൈറ്റിങ്ങിൻ്റെ പാർട്ട് 1 ഉണ്ട്. അതായത് പാർട്ട് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫാണ്. ഈ ഗ്രാഫ് IELTSൽ എഴുതാനായിട്ട് നമുക്കൊരു 20 മിനിറ്റോളം സമയം കിട്ടുന്നുണ്ട്. അതേപോലുള്ള സെയിം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഡിസ്ക്രൈബ് ഇമേജിൻ്റെ സ്പീക്കിങ്ങിൽ കിട്ടുന്നത്. നമുക്കെല്ലാം കൂടെ ഒരു 30 സെക്കൻഡ് കിട്ടും. ഒരു 25-30 സെക്കൻഡ് കിട്ടും പ്രിപ്പയർ ചെയ്യാൻ. എന്നിട്ട് ഒരു 40 സെക്കൻഡോളം നമ്മൾ പറയണം. ഇതാണ് സംഭവം. 40 സെക്കൻഡ് പറയാന്നാൽ 25-30 സെക്കൻഡിനിടയ്ക്ക് പറഞ്ഞാലും മതി. ഫ്ലുവൻ്റ് ആയിട്ട് പറയുക, നാച്ചുറലായിട്ട് പറയുക, വലിയ എഫോർട്ട് ഇല്ലാതെ, വിൽക്കാതെ പതറാതെ പറയുക എന്നുള്ളതേ ഉള്ളൂ. ഇതിനൊക്കെ നല്ല ടെംപ്ലേറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടെംപ്ലേറ്റുകളുണ്ട്, ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ടെംപ്ലേറ്റുകളുണ്ട്. ഈ പറയുന്ന പോലെ വലിയ പ്രയാസമൊന്നുമില്ല. എങ്കിലും ഇതും തെറ്റിച്ച് മാർക്ക് കളയുന്ന കുട്ടികളുണ്ട്. കാരണം അത് അവർക്ക് നല്ല ടെംപ്ലേറ്റുകൾ തിരഞ്ഞെടുക്കാൻ പറ്റാതെ പോയി മാർക്ക് കുറയുന്നതാണ്. ഈ കോമൺ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പോൾ നമുക്ക് വേറെയും യൂട്യൂബിലും അല്ലെങ്കിൽ അവിടെയും ഇൻ്റർനെറ്റിലും ഒക്കെ ടെംപ്ലേറ്റുകൾ കിട്ടും. അതല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ടെംപ്ലേറ്റുകളുണ്ട്. അത് കുട്ടികൾക്ക് വലിയ പരിചയമില്ലാത്തത് കൊണ്ട് അവരുടെ തെറ്റിപ്പോകുന്നതാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങളുടെ കിടപ്പൊന്ന് പറയാം. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെൽ ലെക്ചർ എന്ന് പറയും. റീറ്റെൽ ലെക്ചറാണ് ഡിസ്ക്രൈബ് ഇമേജ് കഴിഞ്ഞ് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ റീറ്റെൽ ലെക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു ഓഡിയോ പ്ലേ ചെയ്യും. അതൊരു 90 സെക്കൻഡ്സ് വരെ നീളുന്ന ഒരു ഓഡിയോ ആണ്. 90 സെക്കൻഡ്സ് വരെ നീളുന്ന ഒരു ഓഡിയോ നിങ്ങളുടെ സ്ക്രീനിൽ പ്ലേ ചെയ്യും. നിങ്ങളത് കേട്ട് അതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം. നിങ്ങൾക്ക് ഒരു പേപ്പർ പോലൊരു സാധനം, ഒരു പേനയൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് എടുത്തിട്ട് നിങ്ങളൊരു 40 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 35-40 സെക്കൻഡിനും ഇടയ്ക്ക് നിങ്ങൾ സ്ക്രീനിൽ നോക്കി ഇത് പറയണം. എന്തായിരുന്നു ഈ ലെക്ചർ എന്നുള്ളത്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ സ്ക്രീനിൽ നോക്കി നിങ്ങൾ പറയണം. ഇതാണ് റീറ്റെൽ ലെക്ചർ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഡിസ്ക്രൈബ് ഇമേജും ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് തന്നെയാണ്. ഏതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്? എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും ഇതൊക്കെ നിങ്ങളുടെ മാർക്കിന് കാര്യമായ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന സെക്ഷൻസ് ആണ് അതൊക്കെ. അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് വേണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ടെംപ്ലേറ്റ് ഉണ്ട് ഇതിനൊക്കെ നല്ല ടെംപ്ലേറ്റുകൾ, സിമ്പിളായിട്ടുള്ള ടെംപ്ലേറ്റുകളുണ്ട്. നമുക്ക് കോമൺലി അവൈലബിൾ അല്ലാത്ത ടെംപ്ലേറ്റുകളുണ്ട്. ഇത് പിള്ളേർക്ക് പരിചയമില്ലാത്തത് കൊണ്ട് ഇവരിത് തെറ്റുവരുത്തുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ ഇത് പഠിപ്പിച്ചുള്ള എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായുള്ള പല കുട്ടികളും. ഇപ്പോൾ നേരത്തെ എഴുതിയിട്ടുള്ളവരോ അല്ലെങ്കിൽ നേരത്തെ പഠിച്ചിട്ടുള്ളവരോ ഒക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കും, നിങ്ങൾ ഏത് ടെംപ്ലേറ്റാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ പറയും സാർ ഇന്ന് ടെംപ്ലേറ്റാണ്. ഓക്കെ, ഞാൻ പറയുമ്പോൾ ഇതല്ല, നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരെണ്ണം കൊടുക്കാറുണ്ട്. അപ്പോൾ തന്നെ ആ ഫ്ലുവൻസിയുടെ ലെവൽ മാറും. മനസ്സിലായോ? അപ്പോൾ നമ്മളെ കൊണ്ടാവുന്നൊരു സപ്പോർട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ തന്നെ സ്കോറിന് കാര്യമായ വ്യത്യാസം വരാറുണ്ട്. കാരണം ഈ നല്ല ടെംപ്ലേറ്റ് ഉപയോഗിച്ചുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കും. നമ്മൾ ഇങ്ങനെ ആലോചിച്ച് ഇത് പറഞ്ഞ് നമ്മൾ വിക്കിപ്പോവും. അപ്പോൾ അത് കാര്യമായിട്ട് സ്കോർ കുറയ്ക്കുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നല്ല ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്ക്രൈബ് ഇമേജ്, റീറ്റെൽ ലെക്ചറും ഒക്കെ നല്ല ഫുൾ മാർക്ക് 90 out of 90 തന്നെ മേടിക്കാൻ പറ്റുന്ന സെക്ഷൻസ് തന്നെയാണ്. ഇനി അടുത്തതിലോട്ട് പോകാം. അടുത്തതെന്ന് പറഞ്ഞാൽ ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ. ഇക്കൂട്ടത്തിൽ വലിയ പ്രാധാന്യമില്ലാത്ത ഒരു സംഭവമാണ് ഈ ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. അത് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും, നിങ്ങൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയുക. അത് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കാം. വളരെ എന്താ പറയുന്നത്, അതിനൊരു ഉദാഹരണം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഡു യു കോൾ സമ്മൺ ഹു കനോട്ട് സീ? കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളെ നിങ്ങൾ എന്ത് വിളിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലൈൻഡ്. കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളെ എന്താ വിളിക്കുക? ബ്ലൈൻഡ്. അപ്പോൾ അങ്ങനെ ഒരു 7 8 10 ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കുക. അതാണ് സ്പീക്കിങ്ങിൻ്റെ അവസാനത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. വലിയ മാർക്കൊന്നും ഈ ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യന് നിങ്ങളുടെ സ്പീക്കിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾ അങ്ങ് ചാവാനിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. കുറേ വൊക്കാബുലറി ഒക്കെ കിട്ടും കേട്ടോ. ഈ വാക്ക് ഈ ഒരു സംഭവം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കുറേ വൊക്കാബുലറി, നമുക്ക് അറിയാത്ത കുറേ ടേംസും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അത് നിങ്ങളുടെ റീഡിങ്ങിനും ലിസണിങ്ങിനൊക്കെ നിങ്ങളെ സഹായിക്കുമെന്നുള്ളത് ശരി തന്നെ. പക്ഷേ എങ്കിലും ഈ ഒരു സെക്ഷൻ പർട്ടിക്കുലർലി നിങ്ങളുടെ ഓവറോൾ സ്പീക്കിങ്ങിൻ്റെ മാർക്കിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ റീഡ് അലൗഡ്, റിപ്പീറ്റ് സെൻറ്റൻസ്, ഡിസ്ക്രൈബ് ഇമേജ്, റീറ്റെൽ ലെക്ചർ, ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ, ഇങ്ങനെ 5 സെക്ഷൻസ് ആയിട്ടാണ് സ്പീക്കിങ്ങിനെ തിരിച്ചിട്ടുള്ളത്. ഇതൊന്നും വലിയ പ്രയാസമൊന്നുമില്ല, താരതമ്യേന എളുപ്പമായിട്ടാണ്. ഇതിൻ്റെ അകത്ത് ഒരു പണി എനിക്ക് തോന്നിയിട്ടുള്ളത് സ്റ്റുഡൻസിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന്, ഈ റിപ്പീറ്റ് സെൻറ്റൻസ് മാത്രമാണ് കുട്ടികൾക്ക് അല്പം ഒരു പണി എന്ന് പറയുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്, അല്പം പ്രയാസം എന്നുള്ളത്. പക്ഷെ അതിനും ട്രിക്കുകളുണ്ട്. അതിനും നമുക്കൊരു ട്രിക്കൊക്കെ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കുട്ടികൾക്ക് അല്പം പ്രയാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ
ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. അതേസമയം IELTSൻ്റെ സ്പീക്കിങ്ങുമായിട്ട് OETയുടെ സ്പീക്കിങ്ങുമായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. IELTSൻ്റെയൊക്കെ സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ പാർട്ട് 2 സെഷൻ നമ്മൾ ക്യൂ കാർഡ് സംഭവം പറയണം, പാർട്ട് 3 അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. OET എന്ന് പറയുമ്പം അൺനോൺ ആണോ, നോൺ കേസ് ആണോ, അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തലവേദനകളാണ്. എന്തുമാത്രം കാര്യങ്ങൾ ഒരു ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ പറ്റും. പക്ഷേ ഇതിന് അങ്ങനെ യാതൊരു തലവേദനയില്ല. താരതമ്യേന വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ് ഈ PT യുടെ സ്പീക്കിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്.